എല്ലാവർക്കും ബ്രദേഴ്സ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവനന്ദനൻ, ക്യാമറ ഹാൻഡിൽ നിന്ന് ഗൗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ശംഖുമുഖം ബീച്ചിലാണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ആറാട്ട് മണ്ഡപം. ആറാട്ട് മണ്ഡപത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഹിസ്റ്റോറിക്കാണ്. കാരണം JCB ഇല്ല, ഹൈഡ്രോളിക് പ്രസ് ഇല്ല, അങ്ങനത്തെ ഒരു മെഷീൻസും പ്യുവർ മാൻ പവർ ഉണ്ടാക്കിയ മണ്ഡപമാണ് ആറാട്ട് മണ്ഡപം. പ്യുവർ മാൻ പവറിലാണ് ആറാട്ട് മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ബേസ് തൊട്ട് റൂഫ് വരെ എല്ലാം പ്യുവർ സ്റ്റോണാണ്. നോ കോൺക്രീറ്റ്, നോ എനിത്തിങ് മോഡേൺ ബിൽഡിംഗ് മെറ്റീരിയൽസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ന്യൂസിലേക്ക് കേട്ടിട്ടുണ്ട് കടൽ ഏകദേശം ഇങ്ങോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് കൈസ്. അപ്പോൾ കടൽ കയറിയപ്പോൾ ആറാട്ട് മണ്ഡപം വലിയൊരു ഭീഷണിയിലാണ്. കാരണം എപ്പോൾ വേണമെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന കടയെടുത്തുകൊണ്ട് പോകും. പിന്നെ ഈ ആറാട്ട് മണ്ഡപം വേറെ ഓർമ്മയായി തീരും. അങ്ങനെ തീരാൻ പാടില്ല. കാരണം ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ ആറാട്ട് നടക്കുന്നത് തിരുവനന്തപുരം സിറ്റി മുതൽ ഇളക്കി മറിക്കുന്ന ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് പൂജ കഴിഞ്ഞ് കടലിലേക്ക് ഇറക്കുന്നത്. പക്ഷേ ഇനി ഇവിടെ പൂജ ചെയ്യാൻ പറ്റുന്ന സംശയമാണ്. ഞാൻ കളിയാക്കിയല്ല, സീരിയസ് ആയിട്ട് പറയുന്നത്. കാരണം നമുക്ക് ഇത്രയും വലിയ ഹിസ്റ്റോറിക് മോണുമെൻറ്റ് നമുക്കിവിടെ ഉണ്ടായില്ല. പണ്ട് രാജാക്കന്മാരെ സാധനം ഉണ്ടാക്കിയതാണ്. ഇപ്പം ഞാൻ ഒരു ചെറിയൊരു ടാക്സ് എടുത്തിട്ടുണ്ട് സർക്കാരിൻ്റെ. ഗൂഗിളിലാണ് മോഡേൺ ടെമ്പിൾസ്, എല്ലാ ടെമ്പിൾസ് പത്മനാഭസ്വാമി ടെമ്പിൾ മാത്രമേ എല്ലാ ടെമ്പിൾസിൻ്റെ ടാക്സുകളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവരും കാര്യം നമ്മൾ ന്യൂസിലൊക്കെ നമുക്ക് അവധി വരെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ മറക്കില്ല. ആറാട്ട് മണ്ഡപം ആറാട്ട് ഫെസ്റ്റിവൽ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ബാത്തിങ് പ്ലേസ് എന്ന ആറാട്ടിൻ്റെ മലയാളം പറയുന്നത്. ഇതിൽ മഴയത്താകെ കയറി നിൽക്കുക വലിയൊരു ഗുണമുണ്ട് ഇതിന്. മഴയത്താകെ കയറി നിൽക്കുക, എന്നിട്ട് പോലും ഇവിടെ ഏകദേശം മഴ പെയ്തെല്ലാം പോയി തുടങ്ങി. അപ്പോൾ ഈ അടുത്ത വർഷം നമ്മളിത് എടുക്കുമ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇത് കാണുമെന്ന് നമുക്കറിഞ്ഞത്. ക്യാമറമാൻ ഗൗതമിനൊപ്പം ദേവനന്ദനൻ, ബ്രദേഴ്സ് ന്യൂസ്. ചെറിയ കാര്യം പറയേണ്ടത് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ആറാട്ടുമണ്ണ ദയനീയ അവസ്ഥ. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ ആറാട്ടുമണ്ണ നേരെ ഓപ്പോസിറ്റാണ് ശംഖുമുഖം ബീച്ച്. ശംഖുമുഖം ബീച്ചിൻ്റെ പകുതിയും ഇപ്പോൾ കടലെടുത്തിട്ടുണ്ട്. കടലെടുത്ത് കഴിഞ്ഞു. കാരണം നമുക്ക് അങ്ങ് അറ്റം വരെ പോവാമായിരുന്നു. ഈ ക്യാമറമാൻ ഈ ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് ഗവൺമെൻറ് ഓർഡറാണ്, ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പോയി അടുത്ത വർഷം ഇതിവിടെ കാണുമ്പോൾ നമുക്കിത് ഡൗട്ടുണ്ട്. അപ്പോൾ രണ്ട് ഐഡിയാസ് ഉണ്ട് നമ്മുടെ ടീമിൻ്റെ. ഒന്ന് ഈ കറക്റ്റായിട്ട് ലാൻഡ് ബാരിയർ, ഇപ്പം വാട്ടർ ബാരിയേഴ്സ് ആവശ്യമ്പോഴുണ്ട്. ആൻറ്റി ഫ്ലഡ് ബാരിയേഴ്സ് വരെ ഇപ്പോൾ ലഭ്യമാണ്. നമ്മുടെ പല വീഡിയോസിൽ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ ലഭ്യമായിരിക്കും. നമ്മുടെ ഗവൺമെൻറ് വിചാരിച്ച് നടക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഓട്ടോമാറ്റിക് ഫ്ലഡ് ബാരിയേഴ്സ് വെക്കുക, അതൊരു ഇത്തിരി ഫീറ്റ്, അല്ലെങ്കിൽ വർക്കലയിൽ പോലെ കല്ലിടുക. അങ്ങനെ ചെയ്യാനും പറ്റും. നമ്മുടെ ക്യാമറമാൻ ഒപ്പീനിയൻ കേട്ടത് ഒന്നെങ്കിൽ കുറച്ച് പുളിമുട്ടൊക്കെ ഇട്ട് ഇത് സെറ്റ് ആക്കി ഒന്ന് ലവ് ചെയ്യുക. പിന്നെ പരമാവധി നമുക്ക് കടലിന് സ്പേസ് കൊടുക്കുക. ഇത്തിരി മണ്ണൊക്കെ ഡ്രഡ്ജ് ചെയ്ത് കടലിന് ക്ലീനാക്കി പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആക്കിയ. കാരണം ഈ മാസം തൊട്ട് ഒക്ടോബർ തൊട്ട് സീസണാണ്, ടൂറിസ്റ്റ് സീസണാണ്. ദസറ, ദീപാവലി എല്ലാം കഴിഞ്ഞ് ക്രിസ്മസ്, ന്യൂ ഇയർ. ഇപ്പൊ തന്നെ എന്റെ മുന്നിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കിടപ്പുണ്ട്. എന്താണിത്? അത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് കൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസിന്റെ കുപ്പിയെ കൊണ്ട് ഫുൾ നിറഞ്ഞിരിക്കുവാണ്. അവിടെ സ്ഥലമുണ്ട്, ചെയ്യാം. അപ്പോൾ അത് ക്ലീൻ ചെയ്യണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് ഫുൾ പ്ലാസ്റ്റിക് ഫ്രീ ബീച്ച് ആക്കണം. അപ്പോൾ ടൂറിസ്റ്റ് ഇവിടെ മാത്രമല്ല കേരളത്തിലുള്ള എല്ലായിടത്തും ആക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഞാനും പറയണേ. നമ്മൾ ആദ്യമേ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ റിസൾട്ട് നോക്കുക. കാരണം ടൂറിസ്റ്റ് സീസണാണ്, ആവശ്യം പോലെ വിനോദസഞ്ചാരികൾ വരും. ഒന്നാമത് എയർപോർട്ടിൻ്റെ അടുത്താണ്. എയർപോർട്ടിൻ്റെ അടുത്ത് ശംഖുമുഖം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എത്രയും നേരത്തെ ചെയ്യണം അത്രയും നല്ലത്. നമുക്ക് നമ്മുടെ ഗോഡ്സാൻ ചന്ദ്രൻ്റെ പേര് നമുക്ക് തിരിച്ചു പിടിക്കണം. ഇപ്പോൾ ഇല്ലെന്നല്ല, ഇതിനാണ് എൻ്റെ ഒരു ആവശ്യം. വേറെ നമുക്ക് പേര് തിരിച്ച് വേണം. ക്ലീനാക്കി, നീറ്റ് ആൻഡ് ക്ലീൻ. അമേരിക്ക, US, കാനഡ അതൊക്കെ പോയി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം. പിന്നെ ചെറിയ സ്റ്റോപ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു വെള്ളയാണിയൊക്കെ പോയി സെറ്റ് ചെയ്ത് ടൂറിസ്റ്റ് പ്ലേസ് ഇപ്പോൾ ലൈറ്റൊക്കെ വെച്ച് ആറാട്ട് മണ്ഡപത്തിൻ്റെ ടൂറിസ്റ്റൊക്കെ ആക്കാം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും നല്ല ടൂറിസം, നല്ല എല്ലാ സ്ഥലവും ഉണ്ട്. ആ നല്ലോണം ഡെവലപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. കേരളം നല്ലതായിട്ട് ടൂറിസ്റ്റ് കൺട്രി ആവും.
പിന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല. ഇപ്പൊ അപ്പുറത്ത് പുതിയ ബീച്ച് പാർക്ക് നല്ലൊരു ഐഡിയ ആണ്. ബീച്ച് പാർക്ക്, മസാജ് ഉണ്ട്, ഫുഡ് സ്റ്റോൾസ് ഉണ്ട്, ആവശ്യം പോലെ എല്ലാം ഉണ്ട്. അതുപോലെ എല്ലായിടത്തും ചെയ്താൽ നല്ലതായിരിക്കും. കേരളം നല്ലൊരു ടൂറിസം സ്റ്റേറ്റ് ആവും. പിന്നെ ഗൗതം പറഞ്ഞ ഇല്ലാതെ ചെയ്യാം. നമുക്ക് അവിടുത്തെ ഒരു കടനയും കൂടെ നോക്കണം. അവിടുത്തെ മണ്ണ് എല്ലാം എല്ലാവരും നമ്മൾ കയ്യെത്തും ദൂരം ചെയ്ത പണിയാവും. നമ്മൾ ആദ്യം വർക്കല്ല, കോവളം ഇതൊക്കെ ചെയ്താൽ മതി. എൻവയോൺമെന്റിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് നടന്നാണ് സംസാരിക്കാം. നമുക്ക് വലിയ പോകാൻ സമയമായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ നിരത്തുവാണ്. ഇത്രേ പറയാനുള്ളൂ. കോവളം നമുക്ക് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് എടുക്കണം. കാരണം നല്ലൊരു നമുക്കൊരു ഭാവി കാണാൻ പറ്റില്ല കോവളം ടൂറിസത്തിൽ. കോവളം മാത്രമല്ല, ഇപ്പൊ ഊട്ടി പോലെ കണ്ടില്ലേ? ഊട്ടി ഫുള്ള് അവിടെ ചെക്ക് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ഒക്കെ ഉള്ളത് ചെക്ക് ചെയ്തിട്ടാണ് അവർ കയറ്റി. അതുപോലെ മൂന്നാറും കോവളമൊക്കെ അതുപോലെ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാ ആൾക്കാരും ഒരു ദിവസം ഇവിടെ 30 ലക്ഷം പേര്, നമുക്ക് 30 ലക്ഷം പേനൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പരമാവധി സ്കാനേഴ്സൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ഡിറ്റേഷൻ ഉപയോഗിച്ച് കരിയ പ്ലാസ്റ്റിക്കാണ്. പരമാവധി ക്യാമറ സെറ്റ് ചെയ്ത് ഒരു ക്യാമറ പോലും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. അല്ലേ, ഒരു ഹൈമാക്സ് ലൈറ്റ്, ഒരു ഫുൾ ബീച്ചിന് ഒരു ഹൈമാക്സ് ലൈറ്റ് ഇതാ ഫ്യൂസ് പോയ പലപ്പോഴും കിടക്കുവാണ്. പിന്നെ തെരുവ് നായ്ക്കൾ, ക്യാമറ അങ്ങോട്ട് തിരിച്ചേക്കാവുന്നേ. തെരുവ് നായ്ക്കൾ ഒന്നിനൊരു ഗുണമെന്ന് വെച്ചാൽ കേരളത്തിനാണ് കടിച്ച് ഒരു പരുവായിരിക്കുകയാണ് കേരളം. അപ്പോൾ ഇത്ര പറയാനുള്ളൂ. അവർ എല്ലാവർക്കും നല്ലൊരു വിജയദശമി ആശംസിക്കുന്നു. താങ്ക് യു. ആൻഡ് ദിസ് ഇസ് ദേവനന്ദനം സൈനിങ് ഓഫ് ഫ്രം ബ്രദേഴ്സ് ന്യൂസ്. ദേവനന്ദൻ ആൻഡ് ഗൗതം.